പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 103:13. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഇവിടെ ദൈവത്തെ പിതാവായും മനുഷ്യരെ മക്കളായും സങ്കീർത്തനക്കാരൻ വിവരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റ് പറ്റിയാലും പിതാവിൻ്റെ അടുത്ത് ചെന്ന് ഏറ്റുപറയുമ്പോൾ പിതാവ് അത് ക്ഷമിക്കുകയും മക്കളോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന പോലെ യഹോവയായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യർ, തൻ്റെ മക്കളായ മനുഷ്യർ ദൈവസന്നിധി കടന്നു ചെന്ന് അവരുടെ ദൈവസന്നിധിയിൽ അവരെ കുറ്റമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് അടുത്ത് വരുമ്പോൾ അവരോട് കരുണ കാണിച്ച് അവരോട് കൃപ തോന്നി അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ വിവരിക്കുന്നു. ആവർത്തന പുസ്തകം 1-31 ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്ന പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്ന ഭാഗം കാണുവാൻ സാധിക്കും. അതിൻ്റെ പശ്ചാത്തലം, കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയ 12 പേരിൽ 10 പേരും തിരിച്ചു വന്ന് ജനത്തെ അധൈര്യപ്പെടുത്തുകയും അവരുടെ മനസ്സൊരുക്കുകയും ചെയ്ത അനുഭവത്തിൽ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് മോശ പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ ഇസ്രായേലിലായിരുന്നപ്പോഴും മരുഭൂമിയിലായിരുന്നപ്പോഴും തൻ്റെ ജനത്തെ നടത്തിയ നല്ലൊരു പിതാവായ ദൈവമുണ്ടല്ലോ. ആ ദൈവം ഈ പ്രയാസത്തിലും ഈ പ്രതിസന്ധിയിലും തൻ്റെ ജനത്തെ നടത്തുവാൻ, അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ കൊടുക്കുവാൻ മതിയായ ദൈവമാണെന്ന് പറഞ്ഞ് തൻ്റെ ജനത്തെ മോശ ധൈര്യപ്പെടുത്തുന്ന ഭാഗമാണ് നാം വായിക്കുവാനിടയായിത്തീർന്നത്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 15-20 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഇളയ മകൻ അവൻ്റെ സ്വത്തുമായി വിദൂരത്തിലേക്ക് കടന്നുപോയി. അതെല്ലാം നശിപ്പിച്ചതിന് ശേഷം മടങ്ങി വന്നപ്പോൾ സ്നേഹനിധിയായ പിതാവ് തൻ്റെ മകനെ ചേർത്ത് വെച്ച് നഷ്ടപ്പെട്ടവനെ തിരികെ ലഭിച്ചു, മരിച്ചവനെ മടക്കി ലഭിച്ചു എന്ന് പറഞ്ഞ് അവന് വേണ്ടി സന്തോഷം അതൊരു ആഘോഷമായി മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ഭൂമിയിലൂടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തെയാണ് അവിടെ വരച്ച് കാണിക്കുന്നത്. കാലം ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരുന്നുവെങ്കിൽ കാലം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം നമ്മളോട് കൃപ തോന്നി നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായ ദൈവമാണ്. ആ ദൈവസന്നിധി നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കരുണയുള്ള പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഇന്ന് കാലം വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുപോലെ നിന്റെ ജനത്തോട് കരുണ തോന്നുന്ന കർത്താവ്, ഇന്ന് കാലം ജീവിതത്തിൻ്റെ നാനാവിധ ആവശ്യങ്ങളെ മധ്യേ ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന നിന്റെ ജനത്തെ വിടുവിച്ച് അവരോട് കരുണ കാട്ടി അവരോട് കൃപ തോന്നി അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം കർത്താവ് എടുത്താട്ട് യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.